നമ്മളുടെ ചിത്രചേച്ചിയുടെ ആങ്ങളമാര്, ഒരുപാട് ആങ്ങളമാരാ. ചിത്രചേച്ചി, ലാലേട്ടൻ, ദാസേട്ടൻ, നീ പറഞ്ഞിരുന്ന വീട്ടുകൾക്ക് എന്താ കിട്ടാമോ എനിക്കറിയില്ല കേട്ടോ. ഏതായാലും ചിത്രചേച്ചിയുടെ ആങ്ങളമാർക്ക് ഇപ്പോൾ പുതിയൊരു ശത്രുവിനെ കിട്ടിയിരിക്കുകയാണ്. തെറി പറയാൻ ചിത്രചേച്ചിയുടെ ആങ്ങളമാരിപ്പോൾ ആരാന്നറിയാലോ? സംഗീ പിള്ളേര്, കുറുവടി കോവാലന്മാര്. അവരുടെ ശാഖാമന്ത്രങ്ങൾ പച്ചത്തെറി, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പച്ചത്തെറി. അപ്പൊ അതുകൊണ്ട് ആരുടെയിലേക്ക് തലയിലിടണമല്ലോ, അതിന് പുതിയൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് സൂരജ് സന്തോഷ്. ആൺകുട്ടിയാണവൻ, ഉശിരുള്ള ആൺകുട്ടിയാണവൻ. എൻ്റെ ഒരു സുഹൃത്ത് ഈ സൂരജ് സന്തോഷ് ആരാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ആൺകുട്ടി. അപ്പോൾ എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഒരു ദിവസം എന്നോട് വിളിച്ചത് ഇപ്പോൾ ഒന്ന് TV തുറന്ന് കാണാൻ. നോക്കുമ്പോൾ ഡിബേറ്റ് നടക്കുകയാണ്. അപ്പം അതിനകത്തൊരു ഒരുത്തൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. അവനാരാണെന്ന് അവൻ്റെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതുകൊണ്ട് ഒരുത്തല്ലേ അലവരാതി. അവൻ ഈ സൂരജ് സന്തോഷിനോട് വാഗ്വാദം. സൂരജ് സന്തോഷ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവന് കൊടുത്തു. അതിന്റെ ആങ്കർ ഇവനോട് സംസാരിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒക്കെ 2 കാര്യങ്ങൾ, 3 കാര്യങ്ങൾ, 4 കാര്യങ്ങളാണ് ഈ കൊണാപ്പന് പറയാനുള്ളത്. എപ്പോഴും ഒരു കാര്യം പറയില്ല, ഒരു കാര്യവും പറയില്ല. ഇത് കേട്ടോണ്ട് മറ്റേ സൂരജ് സന്തോഷ് പറഞ്ഞു, ഹലോ, അതിന്റെ ആങ്കറോടെ പറഞ്ഞു, അതെ ഞാൻ ഡൽഹിയിലെ എയർപോർട്ടിലാണ് നിൽക്കുന്നത്, ഞാൻ പോവുകയാണ് കേട്ടോ. അവൻ്റെ ഒഴുകി പോയി. ഈ അലവലാതിയുടെ വാക്ക് കേൾക്കാനോ മറുപടി പറയാനോ ഒന്നും നിന്നില്ല. അവന്റെ കാര്യം പറഞ്ഞു. അവൻ എന്താ പറഞ്ഞത്? എനിക്ക് സമൂഹത്തെ യാതൊരു ഭയമില്ല, എന്നെ വളർത്തിയത്, എനിക്ക് ശബ്ദം തന്നത്, ഞാൻ പാടുന്നത്, അത് സമൂഹത്തെ കണ്ടുകൊണ്ടല്ല. ഈ സമൂഹം എങ്ങനെ പ്രതികരിക്കുമെന്ന് അതും വിചാരിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഗാനം അത് എനിക്ക് വേണ്ടിയിട്ടുള്ളത്, എൻ്റെ സംഗീതം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് പത്മശ്രീ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് ഭാരതരത്നം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് സ്റ്റേറ്റ് അവാർഡോ മാതൃഭൂമി അവാർഡോ മനോരമ അവാർഡോ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല. എനിക്ക് സന്തോഷിക്കാൻ, ആ കൂട്ടത്തിൽ മറ്റുള്ളവർ സന്തോഷിക്കണമെങ്കിൽ സന്തോഷിച്ചോട്ടെ. ഇവിടെ ഉറച്ച നിലപാടുകളാണ് ആ കുട്ടിക്കുള്ളത്. ബാബരി മസ്ജിദ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ചിത്രചേച്ചി കുറെ ആംഗളമാര് വന്നിട്ടുണ്ട്. ആദ്യം എന്റെ മെക്കട്ടായിരുന്നു കയറ്റം. ഇപ്പോ ചാറുപിടുന്ന ആൾക്കാരാ ചുറ്റിലും. മുമ്പിലും കാട്ടാനാ, പിന്നിലും കാട്ടാനാ, ഇവിടെയും കാട്ടാനാ, അവിടെ കാട്ടാനാ. അതുകൊണ്ട് ഈ സംഘി കുറുവടി കോവാലന്മാർ എന്ത് കാട്ടാനാ? അതുകൊണ്ട് എന്റെ മെക്കട്ട് കുറച്ച് കുറഞ്ഞു. ഇപ്പൊ സൂരജിന്റെ മെക്കട്ടാണ് കയറിയിട്ടുള്ളത്, തെറി പറച്ചിലുമായിട്ട്. ചിത്രചേച്ചിയുടെ ആംഗളമാര്. പക്ഷെ ഇവൻ സമൂഹത്തെ ഭയപ്പെടാത്തവനാ. സമൂഹത്തിന്റെ ഈ മറ്റേ ഗതിവിഗതികൾ അതെങ്ങനെയാ നോക്കിയിട്ടല്ല ഇദ്ദേഹത്തിന്റെ ഗതിവിധി അദ്ദേഹം നിയന്ത്രിക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അതിന്റെ നെഞ്ചത്ത് കൊണ്ടിട്ടാണ് രാമക്ഷേത്രം വയ്ക്കുന്നത്. ഈ 400 വർഷങ്ങൾക്ക് മുമ്പോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്പലം പൊളിച്ചിട്ട് പള്ളി വെച്ച് അന്ന് ഇവിടെ ഹിന്ദുക്കൾ എന്താ വായിൽ വിരലിട്ടിരിക്കുകയായിരുന്നു. അന്നിവിടെ ഹിന്ദുക്കളും കൂടെ ഷണ്ടന്മാരായിരുന്നു. ഇത് പൊളിക്കുന്ന സമയത്ത് അന്നിവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നില്ല. ഇനി അവർ നോക്കിക്കൊണ്ട് കിടക്കായിരുന്നു. അതിനുശേഷം പിന്നത്തെ വർഷം 10 വർഷം കൂടുമ്പോൾ എത്ര വർഷമായി? 110 വർഷമായില്ലേ? 40 വർഷങ്ങളോ? 400. എന്നിട്ട് എന്തുണ്ടായി? ചോദിക്കാനും പറയാൻ ആരും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ പഴയ കഥയും പറഞ്ഞു വന്നിരിക്കുക. പണ്ടൊരു രാജ്യത്ത് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നൊക്കെയും പറഞ്ഞ വല്ല തെളിവുണ്ടോ? സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ പോലും അമ്പലം പൊളിച്ചിട്ട് പള്ളി വെച്ചു, അതുകൊണ്ട് പള്ളിയുടെ മേലെ അമ്പലം വെക്കാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവർക്കുള്ള സ്ഥലം അവർക്ക് കൊടുക്കും, നിങ്ങളുടെ സ്ഥലം ഈ സ്ഥലത്ത് നിങ്ങൾ എടുക്കും, നിങ്ങളുടെ അമ്പലം പണിയോ അവരുടെ പള്ളി പണിയട്ടെ. അത് കോംപ്രമൈസ്. അതിന് വേണ്ടിയാണ് സുപ്രീം കോടതിക്ക് ഇടപെട്ടിട്ടുള്ളത്. നന്മയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് ഇപ്പൊ ഈ കുറുവടി കോവാലന്മാർ പറഞ്ഞു. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇതേ സുപ്രീം കോടതി അല്ലേ പറഞ്ഞു ഇവിടെ കൺട്രോൾ അയ്യപ്പനുണ്ടല്ലോ, പെണ്ണുങ്ങളെ കണ്ട് അപ്പ കൺട്രോൾ പോവും.
അവനെ കാണാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ കയറാൻ പാടില്ല. പെൺകുട്ടികൾ കയറിയ തലയിൽ താളിയാരെ ഉറഞ്ഞൊടിച്ച് അവരെ കൊല്ലും. സുപ്രീം കോടതി എന്താ പറഞ്ഞ്? അവിടെ തത്വമസീന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിനാണ് പെണ്ണെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ ഏതായാലും അതിന് സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് സുപ്രീം കോടതിക്ക് എതിരായിട്ട് ഇത് സുപ്രീം കോടതി സുപ്രീം കോടതി. ഏതായാലും ആ വിവാദം കത്തിക്കാളുമ്പോഴാണ് ഈ പാർട്ടി പറഞ്ഞത് അവിടെ തിരി കത്തിച്ചു വെക്കാനും കോപ്പ് കത്തിച്ചു വെക്കാനും പറഞ്ഞത്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സൂര്യ സന്തോഷ് അദ്ദേഹത്തിന്റെ പ്രായം ഇതെല്ലാം കണക്കെടുക്കുമ്പോൾ നോക്കുന്നത് എനിക്ക് 3-4 വയസ്സുള്ളപ്പോഴാണ് ബാബറി പള്ളി പൊളിക്കുന്നത്. അദ്ദേഹത്തിനറിയാം ബാബറി പള്ളിയുടെ ചരിത്രങ്ങൾ അറിയാം. പക്ഷെ ഇവിടെ 63 വയസ്സുള്ള ചിത്രച്ചേച്ചിക്ക് ഇതൊന്നും അറിയില്ല അത്രേ. അവര് ഏത് ലോകത്തിലാണ് അവര്? പാട്ടുപാടാൻ മാത്രമേ പുറത്തു വരുള്ളൂ. അതിന്റെ പത്തായത്തിനകത്താണോ ജീവിക്കുന്നത്? ഇവിടെ സമൂഹത്തെ ഭയപ്പെട്ട് ജീവിക്കുക. എന്തിനാ പെൺകുട്ടികളുടെ വിവാഹ കാര്യങ്ങൾ പോലും ഈ നൂറ്റാണ്ടിൽ പോലും 2023 ഏതൊരു പെൺകുട്ടി ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് വിളിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനൊരു കല്യാണം വരുന്നുണ്ട്, എനിക്ക് അയാളെ വേണ്ട, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് പോയിട്ട് കെട്ടി തൂക്കി ചാവാൻ, അല്ലെങ്കിൽ വല്ലയിടത്തും ഇറങ്ങിപ്പോ. എന്നാലും കല്യാണം നടന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവന്റെ വീട് നോക്കും, വൈക്കോൽ ത്രൂവിന്റെ വലുപ്പം നോക്കും, കാളയുണ്ടോ പോത്തുണ്ടോ വീട്ടിൽ നോക്കും, കാറുണ്ടോ നോക്കും, ചെക്കനെ നോക്കില്ല. എന്നിട്ട് കൊണ്ട് ഈ പെൺകുട്ടിയുടെ തലയിൽ കൊണ്ടുവച്ച് കൊടുക്കും. ആ പെൺകുട്ടിയെ ചുമന്നുകൊണ്ട് നടക്കണം. അവൾക്കൊരു കരിയർ ഉണ്ടാവും, ഇവനൊരു മണഗുണാഞ്ചലായിരിക്കും. ആക്സെപ്റ്റ് ചെയ്തോളണം. അല്ലെങ്കിൽ സമൂഹം കണ്ടോ കല്യാണം വന്ന സമയത്ത് അവൾ സ്വീകരിച്ചില്ല, അവൾക്ക് വേറെന്തോ കെട്ടുപാടുണ്ട്, അവളെ രണ്ടാം തരാക്കി മാറ്റും. ഇതിനൊക്കെ സമൂഹത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ കുനിഞ്ഞു നിന്നാൽ ചവിട്ടിക്കയറും. കുനിഞ്ഞു നിൽക്കുന്നതിനോട് ചവിട്ടിക്കയറാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ 1, 2, 3, 4 സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. ആ സ്റ്റെപ്പ് അവിടെ ഇനി ആൾക്കാരെ എങ്ങനെ അവിടേക്ക് കയറുക? നിങ്ങൾ നിവർന്ന് നിന്നാൽ നിങ്ങളുടെ മേലെ എന്നെ കയറുക, കുനിഞ്ഞു നിന്നാൽ നിങ്ങളുടെ തലയിൽ കയറും. അയാളുടെ വീട്ടിൽ അവിടുത്തെ ഒരു മാഷുണ്ടായിരുന്നു, പാവം മാഷ്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട്ടുകാരൻ വന്ന് വലിയ വീടൊക്കെ പണിതു. അതിനുശേഷം ഈ മാഷിൻ്റെ വീട്ടിൽ ഒരു മോട്ടോർ സൈക്കിൾ പഴയ രാജദൂത് സ്റ്റാർട്ടാക്കാൻ പാടില്ല, അയാൾക്ക് ഇഷ്ടമല്ല. അവിടെ എന്ത് ചെയ്താലും ഇയാൾക്ക് ഇഷ്ടമല്ല. ഇയാളിവിടെ ഈ മാഷിൻ്റെ വീട്ടിൽ രാജദൂത് സ്റ്റാർട്ടാക്കുമ്പോൾ പാവം തന്നെ പുറത്തു കൊണ്ടുപോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. മിക്സി 6 മണി 7 മണി സമയത്ത് മിക്സി വർക്ക് ചെയ്ത് പറയും, എന്താ അവിടെ എത്ര ശബ്ദം, നിങ്ങൾ ആളെ ദ്രോഹിക്കുകയാണോ? പിന്നെ അയാൾ മിക്സി സ്റ്റാർട്ട് ചെയ്യാണ്ടായി. എന്ത് ചെയ്താലും ഈ മാഷിൻ്റെ മെക്കിട്ട് അയാൾ കയറും. എങ്ങനെയും മാഷ് ഇവിടുന്ന് പറഞ്ഞയച്ചാൽ സ്ഥലം വാങ്ങിക്കണം എന്നാണ്. ആ മാഷ് ഒരു പാവാണ്. അങ്ങനെ നിരന്തരം ദ്രോഹമാണ്. അപ്പം അതിൻ്റെ മുമ്പിലുള്ള ഞങ്ങളുടെ വീട്ടുകാർ ചോദിച്ചു, മാഷെ നിങ്ങൾക്കൊന്ന് പ്രതികരിച്ചുകൂടെ? ഞങ്ങളൊക്കെ നിങ്ങളുടെ പുറകിലുണ്ടാവാം, അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുത്താൽ. അയ്യോ ഞങ്ങളായിട്ട് ഒന്നിനുമില്ല. അതിന് ഭയപ്പെടുകയാണ് സമൂഹത്തെ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആങ്ങളുടെ മകനോ അതോ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനോ ആരോ വന്നു, മദ്രാസിലോ മറ്റാണ്, അവരൊരു ഹോട്ടൽ അടുത്ത് അവിടെ വന്ന് ഈ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടാക്കി. യാദൃശ്യമായിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ബാക്കി അയാൾ പറഞ്ഞു, ആരാ മോട്ടോർ സൈക്കിൾ അവിടെ സ്റ്റാർട്ടാക്കണേ? ഇവിടെ മനുഷ്യന്മാർക്ക് ഇരിക്കുമ്പോൾ വേണ്ടേ? അപ്പോൾ ഒരു വിവരം മനസ്സിലായി. അവ നേരെ അവിടെ വന്ന് അയാളുടെ വീട്ടിൽ ഒന്ന് ചള്ളക്കി വെച്ച് കൊടുത്തു. പിന്നെ എന്താ ഉണ്ടായെന്നറിയോ? പിന്നെ ഒന്നും ഉണ്ടായില്ല. അവിടെ അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ. ഈ പ്രതികരിക്കുന്നവരോട് തിരിച്ചു പ്രതികരിച്ചാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഈ ചിത്ര ചേച്ചി നന്നായിട്ട് പാടും, പാടിക്കോട്ടെ. അതിനിപ്പോ എന്തു പോയി? പാവമാണ്, ആയിക്കോട്ടെ, പാവമായിട്ട് അതിന് മൂലയ്ക്ക് ഇരുന്നോട്ടെ. അനാവശ്യമായിട്ട് ഇതിലൊന്നിനോടും പ്രതികരിച്ചിട്ടില്ല, ആയിക്കോട്ടെ. അയാളുടെ ശേഷിയില്ലാഞ്ഞിട്ട് ആയിക്കോട്ടെ. പാൽപ്പായസമാണ്, ആയിക്കോട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു കൊലക്കേസ്, ഒരു വീട്ടിലെല്ലാവരെയും കൊന്നിട്ടുള്ളത്. ആ പെണ്ണ് ഇതുപോലെ പൊട്ടാസ്യം സയനൈഡ്, അപ്പച്ച ഞാൻ കുറച്ച് പൊട്ടാസ്യം സയനൈഡ് തരട്ടെ എന്ന് അതിന് വായിലൊഴിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. പാൽപ്പായസത്തിലും ചോറിലും ബിരിയാണിയിലൊക്കെ സയനൈഡ് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഇതുപോലെ തന്നെ നന്നായിട്ട് പാടും, പാൽപ്പായസമാണ്, പാൽപുഞ്ചിരിയാണ് എന്നൊക്കെ ആണെങ്കിലും അവസാനം അതിനകത്ത് ചേർത്ത് വിളമ്പിയത് പൊട്ടാസ്യം സയനൈഡ് അല്ലേ? ഭദ്രദീപം കൊളുത്തണം, വീണ്ടും എല്ലാ മൂലയ്ക്കും കൊണ്ടുവയ്ക്കണം, അത് കഴിഞ്ഞാൽ രാമമന്ത്രം ജപിക്കണം. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ രാമക്ഷേത്രങ്ങൾ, ശ്രീരാമക്ഷേത്രങ്ങളുണ്ട്.
പലയിടത്തും പല ക്ഷേത്രങ്ങളിൽ കോൺസ്പിറേഷൻ ഈ അടുത്ത കാലത്ത് ഒരു മുമ്പായിട്ട് കഴിഞ്ഞാൽ അന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോൾ തന്നെ കേസ് എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും പറയുന്നില്ല, RSSകാരുടെ ക്ഷേത്രം, RSSകാരുടെ ക്ഷേത്ര കാര്യാലയം, ബാബറി ക്ഷേത്രം. അപ്പൊ അതിനൊരു താങ്ങ് ഇതൊന്നും അറിയാതെ ചെയ്തതാണോ? സൂര്യ സന്തോഷ് പറഞ്ഞു, ഇതിനെ പ്രതികരിച്ചത് എനിക്കതിൽ എതിർപ്പുണ്ട്. അവരുടെ പാട്ടിനോട് ഒന്നും പറഞ്ഞിട്ടില്ല, എതിർപ്പ് പറഞ്ഞിട്ടില്ല, അവർക്ക് സ്വഭാവ ദൂഷ്യം പറഞ്ഞിട്ടില്ല. സൂര്യ സന്തോഷ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അവരാ മറ്റേ എന്തായാലും പറയാം, അവർ ചെയ്തത് RSSന് ബാക്കപ്പ് കൊടുത്തത്, BJPക്ക് ബാക്കപ്പ് കൊടുത്തത് അത് ശരിയായില്ല. ഇനി എത്ര ചിത്ര ചേച്ചി വരെ വരാനിരിക്കുന്നു എന്തോ മറ്റോ ആണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ ഭയങ്കര ലഹളയായി. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാമനാമം ജപിച്ചാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഒരു മുസ്ലിങ്ങൾക്കും പ്രശ്നമില്ല, ഒരു ക്രിസ്ത്യാനികൾക്കും പ്രശ്നമില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കും പ്രശ്നമില്ല. പക്ഷേ മറ്റുള്ളവരുടെ മേലെ നമ്മളിങ്ങനെ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ തുപ്പും ചിലപ്പോൾ, അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പും. അത് വല്ലവരുടെ മേലെയാണെങ്കിലോ അപ്പം ചിലപ്പോൾ അടി കിട്ടിയെന്ന് വരും. ഇവിടെ നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ശകടത്തിലിരുന്നിട്ട് തുപ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ പുറയുന്ന അടി വരും. അപ്പം നമ്മൾ സാഹചര്യം നമ്മൾ നോക്കണം. ഞാനൊരിക്കലും ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഞാനിരിക്കുന്ന ഭാഗത്തിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു ലഹള വന്ന് ഒന്നും തള്ളു വരാതെ നടന്നോടെ. ഞാൻ പിന്നെ എത്തിച്ചു നോക്കാൻ പോയില്ല. വല്ല പുറത്തുനിന്ന് ആൾക്കാർ കയറിയിട്ട് വല്ല കൊള്ളയോ ഓയൊക്കെയാണ്, നമ്മളതിന് സാക്ഷിയാവണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ TTR അപ്പുറത്ത് പോയിട്ട് രംഗം ശാന്തമായിട്ട് അയാൾ വന്നിട്ട് പറയുക, എന്തൊരു കഷ്ട, മലയാളിയാ. അപ്പം എന്താ ചോദിച്ചപ്പോൾ അവിടെ ഒരു കാരണവരിക്കുന്നുണ്ട്. ഇയാൾ ആഹാരം കൊണ്ടുവരുമ്പോൾ ഇയാൾ കല്ലിടുന്നത് വെള്ളത്തിൽ മുക്കി വയ്ക്കും, താഴെ നിന്ന് പല്ല് പോയത്തിൽ വെള്ളത്തിൽ മുക്കി വയ്ക്കും. മറ്റുള്ള ആൾക്കാർക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? അപ്പം അവർ പ്രതികരിച്ചു, ആരോ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. അതാണ് പ്രശ്നം. അപ്പം നിങ്ങൾ പല്ലെടുത്ത് വെച്ചോളൂ, നിങ്ങളുടെ വീട്ടിനകത്ത് വെച്ചെടുത്ത് വെച്ചോളൂ. ഞാനൊരിക്കൽ ഇവിടെ ഇടുക്കി ഭാഗത്ത് എവിടെയാണ് എനിക്ക് ഓർമ്മയില്ല, അവിടെ പോയിട്ട് ഗീത ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രഭാഷണമായിട്ട് ബന്ധപ്പെട്ട് പോയതാ. 3-4 ദിവസമുണ്ട്. അപ്പോൾ ഒരു വലിയ വീട്ടിലുകൊണ്ട് താമസിക്കുന്നത്. അവിടുത്തെ കാരണവർ അയാൾ ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അയാളും വരും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ആഹാരം കഴിക്കുന്നതിന് മുൻപ് അയാൾ വായിൽ വെള്ളം എടുത്തിട്ട് എവിടെയാ അറിയോ? കൊളാമ്പി അവിടെ ഇരിക്കുക. ഞാൻ എഴുന്നേറ്റു, എനിക്കത് പറ്റില്ല പറഞ്ഞു. അതിന് വലിയ എന്തായാലും പറയാൻ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊന്നല്ല പറഞ്ഞു, എനിക്കത് പറ്റില്ല പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അവിടെയുള്ള ആളെ വിളിച്ചു. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ സിദ്ധൻ എന്നാണ് ആളുടെ പേര്, സിദ്ധൻ ഇവിടെ പറ്റില്ല കേട്ടോ പറഞ്ഞു. ഹൈ അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല, അതാണ് മറ്റൊരു അയാൾക്ക് ഇതിനേക്കാൾ വലിയ വീടുവാണെന്നൊക്കെ. സംഭവം ഇതാണ്, അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായി. കൊളാമ്പി കൊണ്ട് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അയാൾ തുപ്പിക്കോട്ടെ, അയാൾ എവിടെ പോലും തുപ്പിക്കോട്ടെ, എൻ്റെ മുമ്പിൽ ഞാൻ ആഹാരം കഴിക്കുമ്പോൾ അപ്പുറത്തെ കൊളാമ്പിൽ വെച്ചാൽ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ചിത്ര ചേച്ചി അയ്യോ പാപം പണ്ടൊരു പയ്യൻ പള്ളി വളപ്പിൽ നിന്നൊരു കയറെടുത്ത് കൊണ്ടുപോയി. ആ ചെക്കനെ അച്ഛൻ പിടിച്ച് തല്ലി, പള്ളിയിൽ അച്ഛൻ പിടിച്ച് തല്ലി, പോലീസിന് കേസ് കൊടുത്തു, നാട്ടുകാരെ മുമ്പിൽ കൊണ്ടുവന്നു, കള്ളനാക്കി. തല്ലി എന്ന് പറഞ്ഞാൽ ഒരു വടിയെടുത്ത് ചന്തയും ഒരു ചെറിയ അടി വെച്ച് കൊടുത്തുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്ന പറഞ്ഞുള്ളൂ. നാട്ടുകാർ അവിടെ നാട്ടുകൂട്ടം വന്നപ്പോൾ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് മേലിൽ ആവർത്തിക്കില്ല പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കി വന്നപ്പോൾ എന്താ ഒരു കയറെടുത്തതിന് ഇത്ര വലിയ ശിക്ഷയോ? ഒരു കയറെടുത്തതിന് ഇത്ര വലിയ ശിക്ഷ? ചെക്കൻ പറഞ്ഞു ഞാനൊരു കയറെടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. സംഭവം എന്താ, കയറിൻ്റെ അറ്റത്തൊരു പശു ഉണ്ടായിരുന്നു, അതാരും പറയുന്നില്ല. രാമനാമം ജപിക്കാൻ പറഞ്ഞു ചിത്ര ചേച്ചി, അതിനിപ്പോൾ എന്താ അത്ര കുഴപ്പം? അയ്യോ പാവം, അയ്യോ നല്ല പാട്ടുകാരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതൊക്കെ ശരിയാണ്. പാൽപ്പായസം നല്ലതാ, അതിനകത്ത് കുറച്ച് സൈനൈഡ് ഒഴിച്ചു നോക്ക്. അവസാനം ചെയ്തു വെച്ചതാ, വെറും കയറല്ല, കയറിൻ്റെ തുമ്പത്തൊരു പശു ഉണ്ടായിരുന്നു, അതാണ് സംഭവം. സൂരജ് സന്തോഷ്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ നഷ്ടപ്പെടില്ലേ? നിങ്ങൾക്ക് പത്മശ്രീ കിട്ടാതെ വരില്ലേ? നിങ്ങൾക്ക് സിനിമ കിട്ടാതെ വരില്ലേ? റെക്കോർഡിംഗ് റൂമിൽ നിങ്ങളുടെ പാട്ട് റെക്കോർഡ് ചെയ്യാതെ വരില്ലേ? നിങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്യാൻ ഡയറക്ടർമാർ വരാതെ വരില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർമാരെ വരാതെ വരില്ലേ? ഈ ചോദ്യങ്ങൾക്ക് അങ്ങേത് ഉത്തരവുണ്ടായിരുന്നു. ഇതിനൊന്നുമല്ല ഞാൻ പാട്ട് പഠിച്ചത്, ഇതിനൊന്നല്ല ഞാൻ പാട്ട് പാടുന്നത്. എൻ്റെ പാട്ട് ഇയാൾക്ക് കേൾക്കണമെങ്കിൽ അയാൾ വരും കേൾക്കാൻ, ഇയാൾക്ക് കേൾക്കണമെങ്കിൽ അയാൾ വരും കേൾക്കാൻ. അല്ലാതെ എൻ്റെ പാട്ട് കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് പിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാൻ തയ്യാറില്ല പറഞ്ഞു സൂര്യ സന്തോഷ്. അന്തസ്സുള്ളവൻ, അയാളുടെ മീശയ്ക്ക് അർത്ഥമുണ്ട് താരം. ഈ ചോദ്യങ്ങളൊക്കെ ഈ സമൂഹ വ്യവസ്ഥയുടെ, വ്യവസ്ഥിതിയുടെ, പൊതുബോധത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. എല്ലാവരും എന്തിനും പഠിക്കുന്നത് സമൂഹത്തിൻ്റെ മുമ്പിൽ കാലൊക്കെ നിന്നുകൊണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട്.
അതിനു വേണ്ടിയിട്ടാണ്, അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു തരം വിധേയത്വം. ആ വിധേയത്വം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ കരിയർ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മലയാള സിനിമയിൽ ഒരു ദിവസം നമ്മളുടെ ശാന്തിവിള ദിനേശ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു പടം എടുക്കുമ്പോൾ സ്വാമിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ നായകനാവാം, പക്ഷേ അതിനകത്ത് മമ്മൂട്ടി മോഹൻലാലും ഉണ്ടാവാൻ പാടില്ല. അതെന്താ? ഒന്നുമില്ല, അവിടെ വന്നാൽ ഗണപതിക്ക് വെക്കണ പോലെ മമ്മൂട്ടിയുടെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കണം, മോഹൻലാലിന്റെ മുമ്പിൽ നമസ്കരിക്കണം. ഇപ്പൊ കണ്ടിട്ടില്ലേ സിനിമയില്? ഏത് സിനിമ എടുത്താലും അതെ, ആര് സിനിമ എടുത്താലും അതെ, താങ്ക്സ് മമ്മൂട്ടി, താങ്ക്സ് മോഹൻലാൽ. നിന്ന് ഇവർക്ക് താങ്ക്സ് പറയണത്. പിന്നെ അവർക്ക് താങ്ക്സ് ഒരു 20 മിനിറ്റ് താങ്ക്സ് പറച്ചിൽ തന്നെയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വല്ലാത്ത വിധേയത്വമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമേ ഇപ്പൊ അന്നപൂർണി, അതാണ് പറഞ്ഞത്, സമൂഹം കിടന്ന് തിളച്ചു പറയേണ്ട ഒരു പുതിയ ട്രെൻഡാണ് അന്നപൂർണി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എടുത്ത സമയത്ത്. ഇപ്പൊ അതിൽ നയൻതാര പാടി നടക്കുക, ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ട് നടക്കുകയാണ്. എന്നെ ഒന്നും ചെയ്യരുത്, റിമൂവ് ചെയ്തു, നെറ്റ്ഫ്ലിക്സിൽ നിന്ന് റിമൂവ് ചെയ്തു. നാട്ടുകാർ കാണാൻ തയ്യാറില്ല, സ്റ്റുഡിയോ പോലും അടിച്ചു തകർക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ട് ഇവിടെ നായര് പിടിച്ച പുലിവാലിന് സിനിമ ഉണ്ടായിരുന്നു, ഇന്നത് വെച്ച് കഴിഞ്ഞാൽ NSS സമ്മതിക്കൂ. ഇപ്പൊ കാതൽ സിനിമ വന്നു, മമ്മൂട്ടിയും ജ്യോതിയും കൂടി കാതൽ സിനിമ വന്നു. ഉടനെ തന്നെ ക്രിസ്ത്യാനികൾ ഇളകി, അച്ഛന്മാരെ ഇളകി. ആ കാതൽ സിനിമയിൽ മമ്മൂട്ടി ക്രിസ്ത്യൻ ക്യാരക്ടറായിരുന്നു, നയൻതാര ക്രിസ്ത്യൻ ക്യാരക്ടറായിരുന്നു. കഥ ഹോമോസെക്ഷുവലിറ്റിയാണ്. അത് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞ അച്ഛന്മാരുടെ ഇളക്ക്. പണ്ട് നിർമാല്യം സിനിമയിലായിരുന്നു, ഇപ്പോഴത്തെ ആൾക്കാർ കണ്ടുവെന്നറിയില്ല. നിർമാല്യം വെളിച്ചപ്പാട്, അഷ്ടിക്ക് വകയില്ല. അവസാനം ഭാര്യ പട്ടിണി കിടന്നു, മക്കൾ പട്ടിണി കിടക്കുന്നത്, ഭാര്യ ഒരു മുസൽമാനുമായിട്ടാണ് വ്യഭിചരിക്കുന്നത്. മുസൽമാനാണ് ഭാര്യയുടെ കിടപ്പറയുന്ന ഇറങ്ങി പോകാൻ കണ്ടത്. എന്നിട്ട് അങ്ങനെ തലയിൽ വാളിട്ട് വെട്ടി ചാവുന്ന ഒരു രംഗമാണ്. ഇന്നിപ്പം നിർമാല്യം എടുത്തു കഴിഞ്ഞാൽ MT വാസുദേവൻ നായരുടെ തല കാസർഗോഡും കാല് അങ്ങനെയാക്കി മാറ്റുന്നർത്ഥം. ഏതെങ്കിലും തിയേറ്റർ ബാക്കിയുണ്ടോ? തിയേറ്റർ മുഴുവൻ കത്തിച്ച് കളയും, അതിന്റെ പ്രിന്റ് അടക്കം കത്തിച്ച് കളയും. എഴുതിയ ആള്, അഭിനയിച്ച ആൾക്കാരൊക്കെ ഇടി കിട്ടും. ഇവിടെ പാർവതി തിരുവോത്ത് പറഞ്ഞിട്ട് ഇതൊരു അപകടകരമായിട്ടുള്ള കീഴ്വഴക്കാണെന്ന്. അവർക്കിപ്പോൾ സിനിമയിൽ ചാൻസ് ഇല്ല കേട്ടോ, ചാൻസ് ഇല്ല എന്നുള്ളതല്ല, അവരാരും വിളിക്കുന്നില്ല, പേടിയാണ്. കാരണം എന്താണ്? ഒരടി കിട്ടിക്കഴിഞ്ഞാൽ ഉഷു എന്ന് പറയുന്നവളാണ് തിരുവോത്ത്. അങ്ങനെ പറയാൻ പാടില്ല. അടി കിട്ടിയാലും ഏതോ മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ തല്ലിക്കോ, എത്ര വേണമെങ്കിൽ തല്ലിക്കോ, എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ പോലെ നിൽക്കണം. പാർവതി തിരുവോത്ത പോലെ നിൽക്കില്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ അവർ ചെവിടുത്തടിച്ചാൽ ഉഷു ചിലപ്പോൾ ചോദിക്കും, എന്തോ എന്നെ ചെവിടുത്തടിച്ച് ചോദിക്കും. അതുകൊണ്ട് അത്ര ആൾക്കാർ നമുക്ക് വേണ്ട. ഇവിടെ അടിയാളന്മാർ മാത്രം മാറി, വേറെ ആരും പ്രതികരിച്ചിട്ടില്ല. ഈ അന്നപൂർണിയുടെ പ്രശ്നം വന്നപ്പോൾ ആരും പ്രതികരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഏതായാലും പണ്ടത്തെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ വന്നിരുന്നു, ഒരു കുടയും കുഞ്ഞുപെങ്ങളും. ഇനി അതൊക്കെ സിനിമ എടുക്കാം, ഇനി അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ രമണൻ കാനനച്ചോല, അങ്ങനെയുള്ള കുറെ സിനിമകൾ എടുക്കാം. ശ്രീരാമ പട്ടാഭിഷേകം, ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പത്താൻ സിനിമ വന്നു, അതിൽ ഡ്രസ്സിന്റെ നിറം കാവ്യാണെന്ന് പറഞ്ഞാൽ അതിന് അടിയുണ്ടായതാണ്. ഇവിടെ അന്നപൂർണിക്കെതിരെ വിശ്വന്ത പരിഷത്ത് ഇളകിയിട്ടുള്ളത്. ഇപ്പൊ രസം എന്താ വെച്ചാൽ ഇപ്പൊ വിശ്വന്ത പരിഷത്താണ് സെൻസർ ചെയ്യുന്നതെങ്കിൽ നാളെ കോൺഗ്രസ് തുടങ്ങിയാലോ, അതിൽ മഹാത്മാഗാന്ധിയുടെ പേര് അങ്ങനെയാ പറഞ്ഞത്. അല്ലെങ്കിൽ തൃണമൂൽ വന്നാലോ, DMK വന്നാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വന്നാലോ, ഇവിടെ ഏത് സിനിമ എടുക്കുക? ജാതി പാർട്ടികൾ വേറെ, എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ സിനിമ നടക്കുമോ? വലിയ പ്രശ്നമാണത്. പക്ഷെ ഈ രോഗം ഇപ്പൊ സംഘപരിവാറിന് മാത്രമേ ഉള്ളൂ വലിയൊരു ആശ്വാസം. സൂരജ് സന്തോഷിന്റെ കാര്യം, സൂരജ് സന്തോഷ് അയാളെ പിടിച്ചു വലിക്കാൻ നോക്കി. രാജഗോപാലിന്റെ വാലാണ് പിടിച്ചു വലിച്ചത്. കൊച്ചു പയ്യനല്ലേ എന്ന് വിചാരിച്ചു. അസുര പ്രതികരണം, ആണത്വത്തോടു കൂടിയുള്ള പ്രതികരണം, ഊശിനോട് കൂടിയുള്ള പ്രതികരണം. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. മേലെ കണ്ടപ്പോൾ ഒരു സൂരജ് സന്തോഷ് മാത്രം, അതിന്റെ പുറകെ ആൾക്കാരുണ്ട്. ഒരുപാട് സൂരജ് സന്തോഷുമാർ വരാനിരിക്കുകയാണ്. ഇപ്പൊ കാലം കുറേ എല്ലാവരും പേടിപ്പിക്കുന്നത് കുറുവടി കോവാലന്മാർ. ED വെച്ച് പീഡിപ്പിക്കുക, പോലീസിനെ വെച്ച് പീഡിപ്പിക്കുക, മോഡിയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുക. ഒരു MLA പോലും ഇല്ല അവിടെ. എന്നിട്ടാണ് ഇവിടെ ചാനലുകൾ മുഴുവൻ ഭരിക്കുകയാണ്. ചാനൽ നരേന്ദ്രമോദി ഒരു വക പറയില്ല. ഇപ്പൊ ചാനലിൽ പറയുന്ന മുഴുവൻ കണക്കെടുപ്പുകളാണ്. ഇത്ര ശതമാനത്തിൽ ഇത്ര ശതമാനം, അത്ര ശതമാനത്തിൽ ഇത്ര ശതമാനം വന്നിട്ട് ഇത്ര ശതമാനത്തിൽ അത്ര ശതമാനം, ഇങ്ങനെയുള്ള സയന്റിസ്റ്റുകളൊക്കെ വന്ന് വർത്താനം പറയണത്. എന്തിനും കോൺട്രവേഴ്സി ചെയ്യാനുള്ള കാര്യങ്ങൾ മിണ്ടില്ല, ചോദിക്കാനും പറയാനും മിണ്ടില്ല, ധൈര്യമില്ല. അങ്ങനത്തെ കുറെ ചാനൽ. കാലത്ത് ആ മറ്റേ റിപ്പോർട്ടർ ചാനലുണ്ട്, 4 പേരും കൂടി വന്നിരുന്നിട്ട് ആനയുടെ കഥ പറയുക, മഴയുടെ കഥ പറയുക, എന്നിട്ട് വലിയ സയൻസ്. ഈ ആനയ്ക്ക് 4 കാലം എന്ന് പറയുന്നത് ഈ ചുണ്ടത്ത് അടി കിട്ടിയിട്ട് ചുണ്ട് ചോന്നിരിക്കുന്ന ഒരു പെണ്ണ് അതിനകത്തുണ്ട്. ആശ്രയികർത്ത കാലത്ത് കണ്ടു കഴിഞ്ഞാൽ
കാലത്ത് ആഹാരം കഴിക്കാതിരിക്കുന്നത് അപ്പുറത്തൊരാൾ തൂറായിരിക്കുന്ന പോലെയാണ് റിപ്പോർട്ടർ ചാനൽ കണ്ടു കഴിഞ്ഞാൽ. ആ നികേഷ് മാത്രമുള്ള സമയത്ത് എത്ര നല്ല ചാനലായിരുന്നു അത്. ഇപ്പൊ ഒരു വളുപ്പൻ ചാനല്, അതിൽ ആ കന്നഡ വെച്ച ഉണ്ണി ഒരുത്തനുണ്ട് അതിനകത്ത്. അയാളൊക്കെ എന്തോ ബട്രാൻഡ് റസലിന്റെ പോലെയൊക്കെ സംസാരിക്കുന്നത്. എന്തോ വലിയ ആയിക്കൂടി ആ സ്മൃതി പരുത്തിക്കാട് മാത്രമാണ്, നികേഷും അതെ, അവര് മാത്രമാണ് എന്തെങ്കിലും മുഖം കാണാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാത്തിനും ഈ പറഞ്ഞോണം ആ ചാനലൊക്കെ കാണാറില്ല. അത് അങ്ങനെയായി മാറി. ഏതായാലും അത് വേറെ വിഷയം. ഏതായാലും ഇവിടെ സൂരജ് സന്തോഷിന്റെ കാര്യം, സൂരജ് ഒരു രാജവൻ പോലെയാ, ഇവരുടെ കയ്യിൽ കിട്ടിയത് നീർക്കോലിയുടെ വാല് പോലെയാ. അതുണ്ടായത് ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് സൂരജിന് 4 വയസ്സേ ഉള്ളൂ. അതേ ആ പ്രശ്നം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഈ ചിത്രച്ചിയാച്ചി അവർക്ക് 30 വയസ്സാണ്. ഇത് പൊളിക്കുന്ന സമയത്ത് 30 വയസ്സാണ്. എന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ലത്രേ. അയ്യോ പാവം. സുമാന്റെ എങ്ങനെ പറയാ, അയ്യോ പാവം എന്നൊക്കെ പറയാം. ഏതായാലും ചിലര് ചിത്രയുടെ ഇരവാദത്തിനോട് ആയിക്കോട്ടെ, അതായിക്കോട്ടെ. അവരെ RSകാർ പോയിട്ട് BJPക്കാർ പോയിട്ട് വിശ്വന്ത് പരിഷത്തുകാർ പോയിട്ട് അവരെ കുളത്തിൽ മറ്റേ ചാണകക്കുഴിയിൽ ചാടിച്ചതാണ്. ആയിക്കോട്ടെ, അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. ഇനി ആരും ഇരയായിട്ട് നിന്ന് കൊടുക്കരുത്. കുട്ടിക്കുറങ്ങന്മാരെ കൊണ്ട് ചോറ് മാന്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംഘപരിവാറുകാരെ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അത് സൂക്ഷിക്കണം. പണ്ടൊരാള് വീണ്ടും ഇലക്ട്രിസിറ്റി കമ്പി പോണു, അവിടെ ടെസ്റ്റ് ചെയ്യണം. ഇയാൾക്ക് പേടി, ഇയാൾ ലൈൻമാനാ, എന്നിട്ട് പോലെ പുതുതായിട്ട് അപ്പോയിന്റ് കിട്ടിയതാ. അയാൾക്ക് പേടി. ആ കമ്പനിയാണ് ഈ കമ്പനിയിലെ കറണ്ട് പോണെന്ന് അറിയില്ല. അയാൾ എന്ത് ചെയ്തു അറിയോ, ഒരു തുവാല നനച്ച് കയ്യിൽ പിടിച്ചു. അപ്പൊ ഒരു പയ്യൻ അകലിൽ നിന്ന് വരുന്നുണ്ട്. ഇയാൾ തുവാല ഒരു കമ്പി മേലേക്ക് ഇട്ടു. എന്നിട്ട് ആ പയ്യൻ വന്ന് പറഞ്ഞു, മോനെ എന്താ ചേട്ടാ, ഞാൻ തുവാല ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ആ തുവാല എടുത്തു കൊടുത്തു. അവൻ്റെ വഴിക്ക് പോയി. അപ്പൊ ഇയാളുടെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താ കാണിച്ചേ? തുവാല കണ്ടറിഞ്ഞിട്ട് എടുത്തുകൊണ്ടിരാൻ പറയേ. എടി അതല്ലടി, അതിൽ ഒരു കമ്പിയില് വലിയ വോൾട്ടേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന തൊട്ട ആന പൊട്ടിത്തെറിക്കും. മറ്റേ കമ്പി ന്യൂട്രല്ല. അത് ഏതിനാണ് കറണ്ട് പോണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ചെക്കനോട് എടുത്തുകൊണ്ടിരാൻ പറ്റുന്ന ആലോചിച്ച് നോക്ക്. എന്തോ മായത്തിനാണ് ന്യൂട്രൽ കമ്പിയിലാണ് കിട്ടിയത്. മറ്റേ കമ്പി വെച്ചാൽ അവൻ അവിടെ തന്നെ ഗ്യാസായി പോയേനെ. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ കൊണ്ട് ഇപ്പം എന്തായി ചിത്രച്ചിയാച്ചികൾ കിട്ടിയില്ലേ. അവര് പറയണ്ടേ, നോക്കൂ എന്നെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്, ഞാനൊരു ഗായികയാണ്, എനിക്ക് ഇത്തരം കാര്യങ്ങൾ താല്പര്യമില്ല പറയാതെ അവര് വിചാരിച്ചു ദീപം കൊളുത്താനല്ലേ പറയുന്നത്, നാമം ജപിക്കാനല്ലേ പറയുന്നത്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടായി പറയുന്നത്? ഒരു രക്തസാക്ഷി മണ്ഡപമല്ല അവിടെയുള്ളത്. ഒരു മൃതശരീരത്തിന്റെ മേലെയല്ലേ ഈ ശവകുടീരം കെട്ടിപ്പടുത്തി ഉയർത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടല്ലേ ഒരു കൂട്ടം ആൾക്കാരുടെ, ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയും അവരുടെ ഗ്രേസ് ഉയർത്താൻ വേണ്ടിയിട്ടും അല്ലേ അവർ നമ്മളെ കുരങ്ങൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു ഭാഗമായി മാറില്ലേ ചിത്രച്ചിയാച്ചി ചെയ്തത്. ഏതായാലും ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സൂക്ഷിക്കണം, ഇരയായിട്ട് മാറും. അതുകൊണ്ട് ഈ കഥ ഞാൻ പറഞ്ഞത് ചിത്രയ്ക്ക് അതാണ് സംഭവിച്ചത്. ഏതായാലും പുതുതലമുറയിലെ സൂരജുമാര് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 1 അല്ല 2 അല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അത് കുട്ടികളുടെ ഇന്റർവ്യൂ കണ്ടു. അവർ കണ്ട സമയത്ത് അതിൽ എന്തോ ചോദിക്കുന്നുണ്ട്, എന്തോ കാര്യത്തിൽ പറയുന്നത് കുട്ടികൾ ഉയരത്തിൽ നല്ലൊരു കുട്ടിയാണ്, ഏതാ ചാനൽ തുറക്കുന്നില്ല. ആ കുട്ടിയും ഇതിനെക്കുറിച്ച് ആ കുട്ടി പറഞ്ഞതെന്താ അറിയാമോ, അത് RSകാരെ കാര്യമല്ലേ എന്ന്. ഒരു പേടിയിലുണ്ട്. അപ്പൊ അപ്പുറത്തുള്ള കൂക്കി വിളിക്കുന്നുണ്ട്, ചിലർക്ക് കൈയടിക്കുന്നുണ്ട്. ഏതായാലും പുതിയ കുട്ടികളോട്, ലോക്കൽസിനോട് കളിക്കല്ലേ കേട്ടാ എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികളോട് കളിക്കാൻ പറ്റില്ല. അവനവന്റെ മുഖത്തെ രോമത്തിന്റെയും താടി രോമത്തിന്റെയും മീശ രോമത്തിന്റെയും വില എറിയുന്നവനാണ്, വില മറ്റുള്ളവരെ അറിയിക്കുന്നവനാണ്. പുതുതലമുറയുടെ ആവേശമാണ് അയാൾ. കട്ടിലിൽ കയറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എന്നെ പോലുള്ളവരുടെ പ്രതീക്ഷയുമാണ്. ഏതൊരാക്കി ഇവിടെ നരേന്ദ്രമോദി നോക്കുക, ജംഗിസ് ഖാൻ ഈ ലോകത്തിന്റെ 1/6 ഭാഗം കീഴടക്കിയവനാ. 10-25 ഭാര്യമാരാണ്. അവരുടെ കൂടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും ഒരു 20 മനുഷ്യന്മാരെടുത്ത ഒരാളുടെ അപ്പൂപ്പന്റെ അപ്പൻ ജംഗീസ് ഖാൻ ആയിരിക്കും അത്രേ. ജംഗീസ് ഖാൻ ഫറോവൻ എന്താ സംഭവിച്ചത്? ഞാനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഫറോവൻ എന്താ സംഭവിച്ചു? ഇപ്പൊ എവിടെ? മമ്മിയായിട്ട് കിടക്കല്ലേ, ചത്ത് ചീഞ്ഞ്. സീസർ ഐ ആം ദ ഗോഡ് എന്ന് പറഞ്ഞു, സീസറാണ് ഗോഡ് എന്ന് പറഞ്ഞു, റോമാണ് ലോകമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എവിടെ? മൗര്യ സാമ്രാജ്യം എവിടെ? ഗുപ്ത സാമ്രാജ്യം എവിടെ? അവസാനം ഹിറ്റ്ലർ എവിടെ? സ്റ്റാലിൻ എവിടെ? പോൾപോട്ട് എവിടെ? നാളെ ചോദിക്കും എവിടെ? ആര്? നരേന്ദ്രമോദി. അധികം താമസിയാതെ ചോദിക്കും ആൾക്കാർ. എല്ലാം കത്തി ഉയരും ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞാൽ കരിഞ്ഞമരും. ഇതൊക്കെയാണ് എല്ലായിടത്തും കണ്ടുവരുന്നത്. അപ്പോഴും അവശേഷിക്കും ഒരു പരമചൈതന്യം മാത്രം. അതാണ് ഈശ്വര ചൈതന്യം. അതിനെ മറന്ന് പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി അല്ല, അയാളുടെ അപ്പൂപ്പനായാലും ഇന്നലെയും നാളെയും മറ്റന്നാൾ മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ
എല്ലാവർക്കും എന്ത് സംഭവിച്ചുവോ, ഞാൻ മുമ്പ് പറഞ്ഞ ആൾക്കാർ, ജംഗീസ് ഖാൻ മുതലായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിച്ചുവോ അത് തന്നെയായിരിക്കും ഈ സംഘപരിവാറിന്റെയും ഗതി, യാതൊരു സംശയമില്ല. നമുക്ക് കാത്തിരിക്കാം. ഏതായാലും സൂരജ് സന്തോഷ് ഒരു പ്രത്യാശയാണ്. നമസ്കാരം.